വർക്കി മാത്യു, വർക്കി മാത്യു. ബഥേൽ വീട്ടിലെ വർക്കിക്കും അന്നമ്മയ്ക്കും അവരുടെ ദാമ്പത്തിക ജീവിതത്തിൻ്റെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു മകൻ ജനിച്ചു. അങ്ങനെ ദൈവസ്നേഹത്തിലും ദൈവഭയത്തിലും തങ്ങളുടെ ഏക മകനായി ബാബുവിനെ വളർത്തിക്കൊണ്ടുവന്നു. അനുസരണത്തിലും ചിട്ടയിലും വളർന്നു വന്ന ബാബുവിനെ തുടർ പഠനത്തിനായി അവർ കോളേജിലേക്ക് അയച്ചു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. വനാറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ആകുന്നു. മോനെ ബാബുനെ കേക്കാവോ? കേക്കാം. എന്നാണ്ട് വിശേഷം? എന്താ ഇത് റേഞ്ച് കാണിക്കുന്നത്? ഇപ്പോഴും നിൽക്കുന്ന സ്ഥലത്ത് റേഞ്ച് ഉള്ള സ്ഥലത്ത് പോയി നിൽക്കുക. പറയാറില്ല ഇപ്പോഴും. ഓക്കെ ഇവിടെ പ്രശ്നം. എന്നാണ് പണി അവിടെ? ഇവിടെ എന്താ സുഖമായിരിക്കുന്നു. അപ്പൊ സെറ്റിൽ ആയോ? ഹോസ്റ്റലൊക്കെ സെറ്റിൽ ആയോ? ഹോസ്റ്റലൊക്കെ കുഴപ്പമില്ല, നല്ലതാ. പിള്ളേരൊക്കെ അവിടെ എങ്ങനെയുണ്ട്? ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയുണ്ട്? ഫ്രണ്ട്സ് ഞാൻ പരിചയപ്പെട്ടില്ല. അപ്പൊ അവരൊക്കെ അപ്പുറത്തെ റൂമിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പൊ കയറി വന്ന് ഒന്ന് സെറ്റ് ആയേ ഉള്ളൂ. ശരി. ചർച്ചിലൊക്കെ കേട്ടോ? പാസ്റ്ററിനൊക്കെ വിളിച്ചായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ ചർച്ച ഉണ്ട്. ശരി. സോറി. ഹലോ ബ്രോ. ഹലോ. എന്റെ പേര് ബാബു. നിങ്ങളുടെയൊക്കെ പേരെങ്ങനെ? എന്റെ പേര് മൈക്കിൾ. ജോഷ്. കോളിലായിരുന്നു അല്ലേ? അതെ, ഞാൻ പപ്പേനെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നടക്കട്ടെ. ഓക്കെ, ശരി. ഓക്കെ, ബൈ. എന്തുവാ ഏത് സമയം നീ പ്രാർത്ഥന മാത്രമേ
ബാബുവെ, ഞായറാഴ്ച ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു പടത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, നീ ഉൾപ്പെടെ വരുന്നുണ്ട്. ഓക്കെ, ഒരു പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്ന് വിശ്വസിക്കുന്നു. എന്റെ മൈക്കിളെ, നിനക്കറിയാലോ എന്റെ കാര്യം. ഞാന് ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകുന്നു, നടക്കും തോന്നലുണ്ടോ? നിന്നോട് ഞാൻ എപ്പോഴേ പറഞ്ഞല്ലേ ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന്. നിനക്ക് ഇതുവരെ ഇവനെ മനസ്സിലായില്ലേ? ഇവൻ പള്ളി പ്രാർത്ഥന എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്. ബാബുവെ, ജീവിതം വലിയൊരു യാത്രയാണ്. അതിൽ ഈ ഒരു സമയം അതൊരു ചെറിയൊരു സ്പാൻ മാത്രമാണ്. ഇപ്പോഴേ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വീട്ടിലായിരുന്നപ്പോ എപ്പോഴും പപ്പയുടെ നമ്മുടെ അണ്ടറിലായിരുന്നു, ലൈഫിനോട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോഴേ ഈ ഒരു ചാൻസ് കിട്ടത്തുള്ളൂ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ വരെ ഇങ്ങനെ ജീവിക്കുന്നത്. പിന്നെ നിനക്കെന്തുവാ? എടാ നോക്ക്, ഈ പള്ളി ഒരു ഞായറാഴ്ച പോലും വിചാരിച്ച് ഒരു കുഴപ്പം പറ്റാൻ പോകുന്നില്ല. അതൊക്കെ നിന്റെ ദൈവം അങ്ങ് ക്ഷമിച്ചോളൂ. ഒരു ഞായറാഴ്ച അല്ലേ, ഇത്രയും കാലം പോയില്ലേ, അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ നീ വരുന്നുണ്ട് ഇല്ലേ? എന്നാ പിന്നെ ഈ പ്രാവശ്യം ഞാൻ വന്നേക്കാം. ഈ ഒരു പ്രാവശ്യം ഞാൻ വരത്തുള്ളൂ, ഇനി എന്നെ നിർബന്ധിക്കരുത്. എന്റെ പൊന്നെ, ഇവനൊന്ന് സമ്മതിച്ചല്ലോ. അപ്പൊ ഞായറാഴ്ച പണം. ഓക്കെ ഓക്കെ. ഭർത്താവ് ഏത് നേരത്താണാവോ? എന്നൊരു അടിപൊളി പാടായിരുന്നു. നല്ല കഴിച്ചോ. ഇറങ്ങിക്കോ ബാബുവേ, ബാബുവേ, ബാബു, മിസ്റ്റർ ബാബു. ആടാ വിളിച്ചോ? എവിടെ കാണാനല്ലോ? പണം കഴിയുമ്പോൾ നമ്മളെ മറന്നോ? അതേ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു, മയങ്ങാന്ന് വിചാരിച്ചു. ഇതാണ് പരിപാടി. വെള്ളമൊക്കെ അടിയാൻ തോന്നുന്നു. ചുമ്മാ നമ്മളൊന്ന് കുടിച്ചു നോക്കുക, അത്രേ ഉള്ളൂ. ഞാനെന്നാ മെല്ലെ. എവിടെ പോന്നു? ഇവിടെ ഇരുന്ന് ഇത് ശരിയാവത്തില്ലല്ലോ. ഓ പിന്നെ നീ ഒരു ജ്യൂസ് ഒന്നും കുടിച്ചിട്ടില്ലേ? ജ്യൂസ് കുടിക്കുന്ന പോലെ ഇടന്നൊക്കെ. ഇത് കുടിച്ചാലല്ലേ ഇത് എന്താണെന്ന് അറിയത്തുള്ളൂ. എടാ ഇത് ശരീരത്തിനൊക്കെ ഇത് ശരിയാവില്ല. നീ എന്റെ ബാബുവേ, ഞാൻ കാര്യം പറഞ്ഞോട്ടെ, ഈ ജീവിതത്തിൽ ഇതൊക്കെ ഇപ്പോഴേ പറ്റത്തുള്ളൂ. എടാ എന്നും പറഞ്ഞ് ഇത് ശരിയാവില്ല. സിമ്പിൾ ആയി നീ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ നീ എന്ത് ചെയ്യുന്നു? നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത്? കോളേജിൽ പഠിക്കുന്നു. നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ജോലി കിട്ടും. ജോലി കിട്ടി എന്ത് ചെയ്യുന്നത്? കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചാൽ കുട്ടികളായി, പിന്നെ ഭാര്യ കുട്ടികളൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? നടക്കുന്ന കാര്യമല്ല. ഈ പ്രായത്തിൽ പൊളിക്കേണ്ടത് ഈ പ്രായത്തിൽ പൊളിക്കണം. നീ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പറ്റൂ, മനസ്സിലായില്ലേ? എന്നാ ടേസ്റ്റ് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ജോഷി, നീ പറഞ്ഞു മനസ്സിലാക്കി. എനിക്ക് വയ്യ. നീ ഇതൊക്കെ കുടിച്ചിട്ട് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഞാൻ അങ്ങനെ കാര്യം നിനക്ക് വല്ലതും പറ്റുവാണെങ്കിൽ ഞങ്ങൾ ആംബുലൻസിനെ വിളിക്കാം. ഈ ഒരു പ്രാവശ്യം മതി, പിന്നെ കുടിക്കണ്ട. എടാ, അവൻ പറഞ്ഞ കേട്ടോ? അവന്റെ പോത്ത കാശുണ്ട്. ഒറ്റ മോനാണല്ലോ. അവനിന്ന് സാധനം ഇറക്കാം. നമ്മുടെ ബിസിനസ് പ്ലാൻ അവനെ വെച്ചങ്ങ് ചെയ്യാം അല്ലേ? പിന്നല്ല. അപ്പൊ സേച്ച് അപ്പോൾ ഇവിടെ സുഖമായിരിക്കുന്നു. എനിക്ക് കുറച്ച് പൈസ വേണമായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി. ഒരു 500 pounds വേണമായിരുന്നു. അയക്കാവോ? ഓക്കെ.
എൻ്റെ മോനെ. എടാ ജോഷ്, ഇതും കൊടുത്തു തരും. എന്തുവാടാ ഇത്? വീട്ടിലെ ഒറ്റ മോൻ, ഇഷ്ടം പോലെ സമ്പത്ത്, കയ്യിലാണ് 5 പൈസയില്ല. നീ എന്തിനു ജീവിക്കുവാടാ? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു? എടാ ബാബു, നീ നിന്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് വേറെ അറിയുന്ന കടമൊന്നുമല്ല, സ്വന്തം അപ്പൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. എല്ലാം ഉണ്ടാക്കി നോക്കുന്ന നിനക്കുള്ളതാ. അതൊരു ശരിയാ. പിന്നെ ഈ 10-500 വെച്ച് മേടിക്കേണ്ട ആവശ്യം എന്താണ്? നിനക്കുള്ളതല്ല ഇപ്പം തന്നെ അങ്ങ് വാങ്ങിച്ചൂടെ? ശരിയാടാ. ഇന്നെ അപ്പനടുത്ത് പോയി ഇന്നല്ലെങ്കിൽ നാളെ സാധനം സെറ്റ് ചെയ്യും. മേടിച്ചാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നീ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. നിനക്കറിയാലോ, ഞാൻ ഒറ്റ വാക്കേ പറയുള്ളൂ. നമ്മുടെ മറ്റേ ബിസിനസ് പ്ലാൻ ഉണ്ടല്ലോ, അതിന് കുറച്ച് ഫണ്ട് വേണം. നീ അത് അപ്പൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് നമുക്കതങ്ങ് തുടങ്ങാം. ഇപ്പം എന്തായാലും കോളേജ് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. ഏതായാലും അപ്പൻ്റെ നിന്ന് മേടിക്കുന്നതിന് ഡബിളായിട്ട് അങ്ങ് തിരിച്ചു കൊടുക്കാം. നിങ്ങൾ പറയുന്നതിലും കാര്യമില്ല. അതില്ല. അപ്പം ഞാൻ ചുമ്മാ അടിക്കുമല്ലോ, തിരിച്ചു കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പൊളിക്കുന്നു. അത്രയും കേസുള്ളൂ മുത്തേ. സുഹൃത്തുക്കളുടെ സ്വാധീന വാക്കുകൾ കേട്ട് അവൻ തൻ്റെ വീട്ടിലേക്ക് അപ്പൻ്റെ സ്വത്തിനു വേണ്ടി യാത്രയായി. ബാബുമോനെ, നീ എന്താ പറയാണ്ട് വന്നേ? അപ്പനല്ലേ ഇവിടെ? ഉണ്ട്. എവിടെ? മേളിലുണ്ട്, കിടന്നെന്ന് തോന്നുന്നു. അപ്പനോടൊന്ന് എനിക്ക് സംസാരിക്കണം. കണ്ടില്ലല്ലോ. അവരെന്നലെ വന്നായിരുന്നു അച്ഛാ. എന്നിട്ട് അവിടെ പോയി വിളിച്ചേ? ഓ, അച്ഛാ അങ്ങ് വിളിക്കാം, അവൻ ഭയങ്കര മൂഡ് ഓഫാ. അച്ഛാ അങ്ങ് ചോദിക്കാം. ബാബുവേ, ബാബു. അപ്പൊ വിളിച്ചായിരുന്നോ? ഇന്നലെ വന്നപ്പോ നിന്നെ കണ്ടൊന്നുമില്ലല്ലോ. ഇന്നലെ തിരക്കായിരുന്നു. അപ്പൊ എന്താ പരിപാടി? എന്തോ പരിപാടിയൊന്നുമില്ല, പഠിത്തമൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കാര്യമൊക്കെ അപ്പൻ അറിയാലോ. നമ്മുടെ പഠിത്തമൊക്കെ വലിയ കണക്കാപ്പോ. പഠിച്ചിട്ട് ആർക്കും ജോലി. ഇപ്പൊ ബിൽഗേറ്റ്സിനെ കണ്ടില്ലേ, പഠിച്ചിട്ടാണോ? കാര്യം പറ. ഞങ്ങള് കൂട്ടുകാരെല്ലാം കൂടെ കൂടി ഇപ്പൊ പഠിച്ചിട്ട് എന്തായാലും ജോലി കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഒരു ബിസിനസ് എങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് കുറച്ച് നമുക്ക് ഫണ്ട് വേണമായിരുന്നു. അപ്പൊ അവരും ഒരു പാവപ്പെട്ട വീട്ടിലെ പിള്ളേരൊക്കെയാ. നമ്മുടെ മറ്റേ മാഞ്ചസ്റ്ററിൽ സ്ഥലമുണ്ട്. എനിക്കുള്ളതാ. അപ്പം നേരത്തെ അങ്ങ് തരുവാണെങ്കിൽ, അപ്പനങ്ങ് തരുവായിരുന്നെങ്കിൽ നമുക്ക് തുടങ്ങായിരുന്നു. അത് നാളെ തന്നെ ഞാൻ റെഡി ആക്കിയേക്കാം. അത് മാത്രമല്ലോ, വേറെ ഒന്നുമില്ലല്ലോ. ശരി ശരി. അങ്ങനെ തൻ്റെ സുഹൃത്തുക്കളെന്ന് കരുതിയ മൈക്കിളിൻ്റെയും ജോഷിൻ്റെയും വാക്കുകേട്ട് തൻ്റെ അവകാശം അപ്പൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അവൻ ജീവിതം അടിച്ചു പൊളിക്കുവാൻ തുടങ്ങി. ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ അവൻ മുഴുകിച്ചേർന്നു. പണം കൊണ്ട് ചെയ്യാവുന്നതെല്ലാം അവർ ചെയ്തു. വെള്ളത്തിൻ കുമിള പോലെ നിൽക്കുന്ന ലോകസ്നേഹത്തിന് പിന്നാലെ അവൻ പാഞ്ഞു. പക്ഷേ അതവനെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു എന്നുള്ളത് അവൻ വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. അപ്പോഴേക്കും അവൻ്റെ സ്നേഹിതർ അവനെ വിട്ടുമാറിയിരുന്നു. അവൻ വളരെ അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു, ആർക്കും രക്ഷിപ്പാൻ കഴിയാത്ത വിധം. ഹലോ. ഹലോ, പ്രൈസ് ലോർഡ് അന്നമ്മേ. പ്രൈസ് ലോർഡ് ശോശമ്മേ. എന്തുണ്ട് അന്നമ്മേ? കുറെ നാളായല്ലോ നിന്നെ കണ്ടിട്ട്. കഴിഞ്ഞ ആഴ്ചയിലും നിന്നെ ചർച്ച കണ്ടില്ല, എന്ന് പറ്റി? കുറച്ച് തിരക്കായിരുന്നു കഴിഞ്ഞ ആഴ്ചയില്. ഓ, ഓക്കെ, അത് ശരി. പിന്നെ എന്റെ മക്കളുമാരെല്ലാരും അവധിക്ക് വന്നിട്ടുണ്ട്. അപ്പോഴാണ് നിന്റെ ബാബുമോനെ പറ്റി ഓർത്തത്. അവൻ എന്ത് ചെയ്യേ? കുറെ നാളായല്ലോ കണ്ടിട്ട്. അവനെയും ഞാൻ കുറെ എടുത്ത് നടന്നതല്ലേ. അവന് ഭയങ്കര തിരക്കല്ലേ, ബിസിനസ് പ്ലാൻ ഒക്കെ, അതുകൊണ്ടാ. പിന്നെ എന്റെ അന്നമ്മേ, ബിസിനസ് ഒക്കെ നല്ലതാ. നമ്മുടെ മോനായതുകൊണ്ട് ഞാൻ അങ്ങ് പറയുക, അവന്റെ മേലൊരു കണ്ണ് വേണം കേട്ടോ. കാരണം അവനെ ഇപ്പൊ ചർച്ചിലൊന്നും കണ്ടിട്ട് കൊറേ നാളായി, അതുകൊണ്ടാ പറയുന്നത്. ഒരു കണ്ണ് വെച്ചോളുക കേട്ടോ. ശരി, ഓക്കെ. എന്നാ പിന്നെ ശരി അന്നമ്മേ, ഞാൻ അല്പം തിരക്കിലാണ്. കുക്കിംഗ് ഒക്കെ ചെയ്യണം, പിള്ളേരൊക്കെ വന്നതല്ലേ. ഓക്കെ എന്നാ. ഓക്കെ, എന്നാലും ബൈ, കാണാം. ഓക്കെ. എന്തേ
ഓ, ആ ശോശമ്മയാ വിളിച്ചത്. എന്തിനാ? അവൾ ബാബുമോനെ കുറിച്ച് ചോദിച്ചതാ. സാരമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. എവിടെയായിരിക്കും അവൻ ഇനിയും? He'll be all right. worry ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൾക്കാരങ്ങനെ പലതൊക്കെ പറയും. അപ്പാ, ഞാൻ അപ്പനിൽ നിന്ന് ഒത്തിരിയധികം ദൂരെ, ഒത്തിരിയധികം തെറ്റിപ്പോയി. അപ്പം തന്നതെല്ലാം ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. എൻ്റെ കൂട്ടുകാരെന്ന് ഞാൻ വിചാരിച്ചിരുന്നവരെല്ലാം എന്നെ പറ്റിച്ചു. അപ്പൻ്റെ ആ സ്നേഹവും അമ്മയുടെ വാത്സല്യവും കൂട്ടായ്മയും പ്രാർത്ഥനയും എല്ലാം ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. അപ്പാന്ന് വിളിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ഇനി എൻ്റെ മുൻപിൽ മരണം മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അപ്പനെ അമ്മയൊന്ന് കാണണമെന്നുണ്ട്. ഞാൻ ദൂരത്തുനിന്നാണെങ്കിലും ഒന്ന് കണ്ടിട്ട് മടങ്ങിപ്പോന്നോളാം. നിന്നെ വിട്ടകന്നു പോയി ഞാൻ, കൂടുതേടി അലഞ്ഞു. യാത്രയിൽ ഞാൻ തളർന്നു, എന്നെ തന്നെ മറന്നു. കരുണയിനുറവിടമായെന്നിൽ നീ നിറഞ്ഞു. വഴികൾ അതിലെല്ലാം നീ വഴികാട്ടിയായി. കരുണയിനുറവിടമായെന്നിൽ നീ നിറഞ്ഞു. വഴികൾ അതിലെല്ലാം നീ വഴികാട്ടിയായി. പാപ്പാ പാപ്പാ
മകനാ നിൻ മകനാ പാപ്പാ പാപ്പാ മകനാ നിൻ മകനാ. എന്നെപ്പോലെ ആരെങ്കിലും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു മാറിയിട്ടുണ്ടെങ്കിൽ അതിനി ഒരുപാട് ദൂരമെന്ന് തോന്നിയാലും അത്രയും നേരം നമ്മെ കാത്തു നിൽക്കുന്ന ഒരു നല്ല പിതാവിൻ്റെ സ്നേഹം, ആ തുളച്ച കൈകളും വിരിച്ച മാർഗവുമായി നിങ്ങളിനി എത്ര ദൂരം ഓടി മാറിയാലും പ്രതീക്ഷകൾക്ക് നൽവെളിച്ചം തരാൻ ആരുമില്ല എങ്കിലും ഇതാ നിങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവനെ പോലും വെച്ച് തന്നവൻ കാത്തിരിപ്പുണ്ട്. ഒന്ന് മടങ്ങിച്ചെന്നാൽ മാത്രം മതി. എത്ര ദൂരം നാം ഓടി മാറിയോ അത്രയും നേരം കാത്തു നിൽക്കുന്ന സ്നേഹം. എത്ര ദൂരം നിന്നെ വിട്ടോടി അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി അത്ര